ഇനിയുള്ളത് കന്നിക്കൂറാണ്. കന്നിക്കൂറ് ഉത്തരത്തിൻ്റെ അവസാനത്തെ 3 പാദവും അത്തവും ചിത്തിരയുടെ 1, 2 പാദങ്ങൾ ചേർന്നതാണ്. ഇവർക്ക് 11ാം ഭാവത്തിലാണ് വ്യാഴം. വ്യാഴത്തിനോടൊപ്പം സൂര്യനും ബുധനും യോഗം ചെയ്യുന്നുണ്ട്. ഇത് വരുമാന വർധനത്തിനും ചില വിശേഷ ലാഭത്തിനും ഒക്കെ ഇട നൽകും. അതുപോലെ തന്നെ ഇവരുടെ പരിശ്രമങ്ങൾക്കൊക്കെ ചില അംഗീകാരങ്ങളും ഒക്കെ കിട്ടും. പുതിയ കരാറുകളോ പുതിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കുക, ഇതൊക്കെയും സാധ്യത കാണുന്നുണ്ട്. കർമ്മത്തിലാണ് ചൊവ്വ. അത് കുറച്ച് ജോലി തിരക്ക് വർദ്ധിപ്പിക്കും. എങ്കിലും അതോടൊപ്പം തന്നെ ഉത്തരവാദിത്വം കൂടുതലും സ്ഥാനമാനങ്ങളും ഒക്കെ കിട്ടാനും സാധ്യത കാണുന്നുണ്ട്. ലഗ്നത്തിൽ ശുക്രനാണ്. ഒരു ആകർഷണീയത, തൻ്റെ പ്രവൃത്തിയോടോ തന്നോട് പൊതുവെ മറ്റുള്ളവർക്ക് ഒരു ആകർഷണം ഉണ്ടാകാനും, അതുപോലെ തന്നെ നമ്മുടെ ഉപഭോക്താക്കളോ കസ്റ്റമേഴ്സും ഒക്കെ ആയിട്ട് നല്ല ബന്ധം സ്ഥാപിക്കാനുമൊക്കെ ഇത് കൊണ്ട് സാധിക്കും. ധനപരമായിട്ട് നിക്ഷേപങ്ങളിൽ നിന്ന് നല്ല ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ്. ദീർഘകാലത്തേക്ക് വേണ്ടിയിട്ടുള്ള സമ്പാദ്യ പദ്ധതികളൊക്കെ ആരംഭിക്കാനും ഈ ആഴ്ച അനുകൂലം തന്നെയാണ്. ആരോഗ്യം സംബന്ധമായിട്ട് പൊതുവെ മെച്ചം തന്നെയാണ്. എന്നാൽ വയറ് സംബന്ധമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അമിതമായിട്ടുള്ള മധുരം കഴിക്കുക ഇതൊക്കെയും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ സന്തോഷവും ഐക്യവും സമാധാനവും ഒക്കെ ഉണ്ടാകും. അതുപോലെ വിവാഹം, ഗൃഹപ്രവേശം മുതലായിട്ടുള്ള കാര്യങ്ങൾ, മക്കൾ മുഖാന്തരം ഉണ്ടാകുന്ന ചില ശുഭകർമ്മങ്ങൾ ഇതൊക്കെയും ചർച്ചയാകും. അതൊക്കെ അനുകൂലമായിട്ട് തീരുമാനങ്ങളെടുക്കാൻ സാധിക്കേണ്ട സമയമാണ്. ഇവർക്ക് പരിഹാരമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള ധാന്യങ്ങൾ ദാനം ചെയ്യുന്നതും ഒക്കെയും നല്ലതാണ്. അതുപോലെ ഗുരു, അധ്യാപകൻ അങ്ങനെയുള്ള ആൾക്കാരെ അവരെ ആദരിക്കുക, അവരെ സന്തോഷിപ്പിക്കുക എന്നർത്ഥം. അവർക്ക് ദാനങ്ങളൊക്കെ കൊടുത്ത് അവരുടെ അനുഗ്രഹം തേടുന്നത് വളരെ നല്ലതാണ്.